മാന്യ സദസ്സിന് വന്ദനം. 2024 ജൂലൈ 29 കേരള മക്കളെ ദുഃഖത്തിന്റെ കടൽ തട്ടിലേക്ക് എടുത്തെറിഞ്ഞ ആ കറുത്ത രാത്രി ഒരു നേർക്കാഴ്ച. മുണ്ടക്കായി മുണ്ടക്കായി ആരിലിറങ്ങാണ്ടോ? ടിൻ ആ പപ്പ. ആ മോനെ നാരായണ, എൻ്റെ മോൻ വന്നിട്ടുണ്ട്. നാളെ കാണാം കേട്ടോ മോനെ. വാ, നമുക്ക് വീട്ടിലേക്ക് നടക്കാം. മമ്മ, ദേ പപ്പ വന്നു. ചേട്ടാ, വേഗം കുളിച്ച് റെഡി ആവുക, ഭക്ഷണം റെഡിയാണ്. മക്കളെ, പപ്പ കുളിച്ച് റെഡി വന്നു. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ, ഇരിക്കി. ചേട്ടാ, കുറച്ചുകൂടി ഇരട്ടെ? അയ്യോ, മതി മതി, ഇത്രയും മതി. എന്നാ ഇപ്പൊ എല്ലാരും പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. എന്താ ചേട്ടോ, എന്താ പ്രശ്നം? അത് കറണ്ടാണെങ്കിൽ പോവുകയും ചെയ്തു. വലിയൊരു ശബ്ദം കേട്ടു. ആ നാരായണന്റെ വീടിന്റെ സൈഡിൽ നിന്നാണോ തോന്നുന്നത്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ചേട്ടാ, ഈ രാത്രി ഇത്ര മഴയാണ്, പോവണ്ട. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നാരായണന്റെ കൂട്ടുകാരനല്ലേ, അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. നാരായണ, നാരായണ. ആ, എന്താണ് ഈ സമയത്ത്? നാരായണ, നീ വലിയൊരു ശബ്ദം കേട്ടോ? കറണ്ട് പോവുകയും ചെയ്തു. ശരിയാ, ഞാൻ വലിയ ശബ്ദം കേട്ടു. അത് ആ ദിശയെന്നാണ് തോന്നുന്നത്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. നാരായണ, അത് നോക്കി, മണ്ണും ചെളിയും കൂടി ഒരുമിച്ച് വരുന്നത്. ഇനി എന്റെ കുടുംബത്തിന്റെ വേഗം രക്ഷപ്പെട്. അയ്യോ, എന്റെ ഭാര്യ മകളും, നീ വേഗം രക്ഷപ്പെട്ടോ. എടാ, എന്നെ മുറുക്കം പിടിക്ക്, എന്റെ കൈ വിട്ടു പോകുന്ന പോലെ. നാരായണ, നാരായണ, നിനക്കൊന്നുമില്ല. എന്റെ കൈ മുറുക്കം പിടിച്ചു നാരായണ. ഞാനിവിടെ പിടിച്ചിട്ടുണ്ട്. നാരായണ, 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 എന്നെ വിട്ടു പോവല്ലേ നാരായണ. നാരായണ. അമ്മ, പപ്പ എന്തിട്ട് നേരിട്ട് വരാത്ത? എനിക്ക് പേടിയാവുന്നു. മോനെ, പപ്പ ഇപ്പൊ തന്നെ വരും, പേടിക്കല്ലേ. അമ്മ, വെള്ളം കൂടിക്കൊണ്ടിരിക്കുക, എനിക്ക് പേടിയാവുന്നമ്മ. മോനെ, ഒന്നുമില്ല. അമ്മയുടെ കൈമ മുറുക്കം പിടിച്ചോ മോനെ? മുറുക്കം പിടിക്കും മോനെ. അമ്മ, എന്റെ കൈ വിട്ടു പോകുന്നു അമ്മ. എന്നെ മുറുക്കം പിടിക്കേ മോനെ. മോനെ, ഒന്നുമില്ല മോനെ. മോനെ, സൂക്ഷിക്കും മോനെ. മോനെ, അമ്മേനെ വിട്ട് പോവല്ലേ മോനെ. മോനെ. പിറ്റേ ദിവസം രക്ഷാപ്രവർത്തനം. സർ, അവിടെ നോക്കി, അവിടെ ആരെങ്കിലും ഉണ്ടാവോ? എടോ, ആ വീട് പൂരം നശിച്ച്, ഇതവിടെ ആരുണ്ടാവാനാ? സർ, എന്നാലും എനിക്കൊരു പ്രതീക്ഷ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ശരിയാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. സർ, ഒരാളുടെ ബോഡിയല്ലേ അത്? ചേട്ടാ, ചേട്ടാ. മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു മോനെന്തേ? നിങ്ങളൊക്കെ എവിടെയോ? എടാ, ആ ചേട്ടൻ്റെ ജീവനുണ്ട്. ചേട്ടാ, ചേട്ടൻ ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ്. എന്നെ വേഗം അവരുടെ അടുത്തോട്ട് കൊണ്ടുപോകും. എടാ, ആ ചേട്ടനെ പതുക്കെ പിടിക്ക്, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. പതുക്കെ പതുക്കെ. കുറേ സമയത്തിന് ശേഷം സിസ്റ്റർ, ഇയാൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല ഡോക്ടർ, ഇതുവരേക്കും ബോധം വന്നിട്ടില്ല. ആ, അതിനാ കൊടുത്ത ഡോസിൻ്റെ എഫക്റ്റ് കഴിയുമ്പോഴേക്കും ബോധം വന്നോളൂ. ശരി ഡോക്ടർ. ഇയാളുടെ ഫാമിലി? അതിനെപ്പറ്റി ഒരു വിവരമില്ല. നമ്മുടെ മോർച്ചറിയിൽ കുറേ ആൾക്കാരില്ലേ,
അതിലാരെങ്കിലും ഇയാളുടെ ഉണ്ടെങ്കിലോ? മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു മോനെ, നിങ്ങൾ എവിടെയാ? എടാ, ആ ചേട്ടന് ബോധം വന്നു. ചേട്ടാ പയ്യെ ഇട്ടിരിക്ക്. എന്നെ അതെടുത്തത് കൊണ്ടുപോ. ചേട്ടാ, ചേട്ടൻ ഓക്കെയാണോ? ആ, ഞാൻ ഓക്കെയാണ്. എന്നെ വേഗം കൊണ്ടുപോ. ചേട്ടാ പതുക്കെ പതുക്കെ, നമുക്ക് ആ ചേട്ടനെ കൊണ്ടുപോവാം. ഇതേതാ സ്ഥലം? ഇത് മരിച്ചവരെ കിടത്തുന്ന മോർച്ചറിയല്ലേ? എന്നെന്തിനാണ് കൊണ്ടുവന്നേ? ചേട്ടാ, ചേട്ടൻ്റെ ആരും ഇവിടെ ഉണ്ടാവില്ല. എന്നാലൊന്ന് നോക്കിയേക്ക്. എൻ്റെ ആരും ഇവിടെ ഇല്ലെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്നെ കൊണ്ടുപോ ചേട്ടാ. എന്നാലൊന്ന് നോക്ക് ചേട്ടാ. ആ ഒരു പൊടി ഒന്ന് നോക്ക് ചേട്ടാ. ഇതെന്നെ ആരുമല്ല. ഞാൻ പറഞ്ഞില്ല എന്നെ ആരും ഇവിടെ ഇല്ലെന്ന്. എന്നെ ഇവിടുന്ന് കൊണ്ടുപോ ചേട്ടാ. പ്ലീസ് ചേട്ടാ, അവസാനമായ ബോഡി നോക്ക് ചേട്ടാ. ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ടുപോ ചേട്ടാ. അവസാനമായി ആ ബോഡി നോക്ക് ചേട്ടാ. അവസാനമായിട്ടോ. ഇത് എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? നീ പപ്പനെ വിട്ട് പോയില്ലോടാ മോനെ. നമുക്കും ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി.